കൂടത്തായ് പാലത്തിൻ്റെ നിലവിലെ അപകടാവസ്ഥ എന്ന് പറയുന്നത് കണ്ടില്ലേ, താഴെയുള്ള ബീം വളരെ ഡേഞ്ചർ അവസ്ഥയിലാണ് ഇപ്പോൾ നിലവിൽ കാണുന്നത് കേട്ടോ. അത്രയും ലോഡുകൾ പോകുന്ന ഒരു ഹൈവേ ആണിത്. നമുക്കറിയാം, എടവണ്ണ കൊയിലാണ്ടി സംസ്ഥാന പാത കടന്നു പോകുന്ന ഒരു സ്ഥലത്തുള്ള പാലത്തിൻ്റെ നിലവിലെ അവസ്ഥയാണ്. 58 വർഷം മുൻപ് ഉള്ള ഒരു പാലമാണ്. അതുകൊണ്ട് തന്നെ നിലവിൽ നമുക്കൊരു കുറ്റപ്പെടുത്താനൊന്നും പറ്റില്ല. പക്ഷേ ഇത് പരിഹാരം കണ്ടെത്തണം. ഇതിന് പരിഹാരം കണ്ടെത്തില്ലെങ്കിൽ വൻ അപകടം തന്നെ സാധ്യതകൾ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഈ റോഡിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞിട്ട് പുതിയ റോഡാണെങ്കിൽ തന്നെ റോഡിൻ്റെ അവസ്ഥ നമുക്കൊന്ന് നേരിട്ട് കാണാം. എടവണ്ണ കൊയിലാണ്ടി സംസ്ഥാന പാത നമുക്കറിയാം, നല്ല റോഡാണ്. ഈ റോഡ് കണ്ടിട്ട് നമ്മളിങ്ങനെ വാഹനമായിട്ട് പോകുക അല്ലെങ്കിൽ ബൈക്കുമായിട്ട് പോയിട്ടുണ്ടെങ്കിൽ വളരെ അപകടങ്ങൾ നിറഞ്ഞ റോഡായി മാറിയിരിക്കുകയാണ്. ഈ റോഡിൻ്റെ പല ഭാഗങ്ങളും വീൽ ബേസ് ഉണ്ടല്ലോ, വീൽ ബേസ് ഇങ്ങനെ പോകുന്നൊരവസ്ഥയാണ്. ബൈക്ക് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ബൈക്ക് അതിൽ കൊടുത്തിട്ട് അപകടങ്ങൾക്ക് സാധ്യതയുണ്ട്. ഇതിന് തൊട്ട് മുൻപ് ഈ കൂടത്തായ ഭാഗത്ത് തന്നെ ആക്സിഡൻറ്റ് സംഭവിച്ചിട്ടുണ്ട്. അതൊക്കെ ഈ ഒരു റോഡിൻ്റെ പ്രശ്നം കൊണ്ടാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. അരീക്കോട് ടു താമരശ്ശേരി വരെ നമുക്കറിയാം ഈ ഒരു പ്രശ്നങ്ങൾ നിലവിലുണ്ട്. അപ്പോൾ ഇതിന് പെട്ടെന്ന് ഒരു പരിഹാരം കണ്ടെത്തണം. ഈ പരിഹാരം കണ്ടെത്തിയില്ലെങ്കിൽ ഇതൊക്കെ കരാർ കൊടുത്ത കമ്പനിക്ക് 5 വർഷമൊക്കെ ഗ്യാരണ്ടി കൊടുക്കുന്നില്ലേ, ആ കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തുകൊണ്ട് പരിഹാരിക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇതിൻ്റെ പരാതി സെല്ലിലുണ്ട്. പരാതി സെല്ലിൽ ഞാൻ നേരിട്ട് എൻ്റെ മുക്കത്തിൻ്റെ ഫയർ ആൻഡ് റെസ്ക്യൂവിൻ്റെ ഗ്രൂപ്പിലൊക്കെ ഈ പ്രശ്നങ്ങൾ ചർച്ച ചെയ്തപ്പോൾ പരാതി സെല്ലിൻ്റെ നമ്പർ കിട്ടിയ നമ്പറിലേക്ക് നമ്മൾ പരാതിയായിട്ട് ഫോൺ ചെയ്തു. അപ്പോൾ അവർ തിരിച്ച് അവിടുന്ന് എഞ്ചിനീയർ കോൾ ചെയ്തിട്ട് അവർ പറയുന്നത് ഇതിലൂടെ ലോഡ് പോകുന്നത് കൊണ്ടാണ്. സ്വാഭാവികമല്ല, റോഡിലൂടെ ലോഡ് പോകില്ലേ. അപ്പോൾ ഈ ലോഡ് പോകുന്നതും ഇതിനൊക്കെ കുറിച്ചൊക്കെ സംവിധാനങ്ങളൊക്കെ പഠിച്ചതിന് ശേഷമാണ് ഈ റോഡ് ഉണ്ടാക്കുന്നത്. അങ്ങനെ പഠിച്ചിട്ട് റോഡ് ഉണ്ടാക്കിയതാണെങ്കിൽ ഇതിന് വലിയൊരു അപാകതകൾ സംഭവിച്ചിട്ടുണ്ട്. ഇപ്പം നമുക്കറിയാം, കേരളത്തിൻ്റെ പല ഭാഗങ്ങളും നല്ല നല്ല റോഡുകളുണ്ട്. അതിൽ യാതൊരു സംശയമില്ല, അതൊക്കെ ഈ ഒരു അടുത്ത കാലത്തായിട്ട് വന്ന റോഡുകളാണ്. ഈ ഒരു 5-10 വർഷത്തിനുള്ളിലായിട്ട് നല്ല മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഇതുപോലെ തകരാറുകൾ സംഭവിക്കുമ്പോൾ എന്തുകൊണ്ട് തകരാറുകൾ സംഭവിച്ചു, അതിനെക്കുറിച്ച് പഠിച്ചിട്ട് അതിനെന്താണ് പരിഹാരം ചെയ്യുകയല്ല വേണ്ടത്. ഇതിപ്പോൾ ഇനി ഈ ഒരു അപകടാവസ്ഥയിൽ സ്ഥിതി ചെയ്യുകയാണെങ്കിൽ എത്ര ആളുകൾ ഇവിടെ മരണം വരെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഒന്നില്ലെങ്കിൽ ഇപ്പോൾ ഇത് കാലതാമസം വരികയാണെങ്കിൽ ബോർഡുകൾ സ്ഥാപിക്കുക, ഈ ഒരു റോഡിന് അപകടാവസ്ഥയുണ്ട്, അതുകൊണ്ട് തന്നെ സൂക്ഷിച്ച് പോകുക എന്നുള്ള അതെങ്കിലും ചെയ്യുക, എത്രയും പെട്ടെന്ന് ചെയ്യണമെന്നുള്ളതാണ്. ഇത് നമ്മളെന്താ വെച്ചാൽ നമ്മുടെ വേണ്ടപ്പെട്ട അധികാരികൾ എത്രയും പെട്ടെന്ന് എല്ലാവരും എത്തിക്കണം. കാരണം ഈ റോഡിൻ്റെ അവസ്ഥ ഇതിലൂടെ യാത്ര ചെയ്ത ആർക്കും തന്നെ ബോധ്യമാകുന്നതാണ്. ഈ വീഡിയോ കാണുന്ന നിങ്ങൾ മറ്റുള്ളവർക്കായി ഷെയർ ചെയ്ത് കൊടുക്കണം. ഈ റോഡിന് ഇങ്ങനെ ഒരു അപകടാവസ്ഥ യാത്ര ചെയ്യുമ്പോൾ ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്നത് ഒരു മനസ്സിലൊരു ഓർമ്മ ഉണ്ടാവണം.